ഹലോ, നമസ്കാരം. ഞാൻ ദയാനന്ദൻ ഫോട്ടോ മീഡിയ. ഞാനിപ്പോ തിരുവനന്തപുരം ജില്ലയിൽ പിതിരയാണ് ഉള്ളത്. ഇത് നെടുമങ്ങാട്ട് നിന്ന് വരുന്ന റോഡാണ്. ഇത് ബോണക്കാട്ടേക്ക് പോകുന്ന റോഡാണ്. ഈ റോഡ് പൊന്മുടിയിലേക്ക് പോകുന്നതാണ്. ഞാനിപ്പോ നിൽക്കുന്നത് ദേവിയോട് എന്ന് പറയുന്ന ജംഗ്ഷനിലാണ്. ഇവിടെയാണ് ആദിവാസി മഹാസഭയുടെ 27ാം വാർഷിക സമ്മേളനം നടക്കുന്നത്. Marsham Zindabad, Marsham Zindabad, JJMR, JJMR. എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ഈ സമൂഹം നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുവാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ മുന്നിലെ ഏറ്റവും വലിയ വെല്ലുവിളി. ആ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ടാണ് ആദിവാസി മഹാസഭ ഈ കഴിഞ്ഞ 27 വർഷക്കാലമായി അതിൻ്റെ ശക്തമായ പ്രവർത്തനം ശക്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഇന്ന് പ്രത്യേകിച്ചും ഗോത്ര സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ ഒരു തടസ്സം എന്ന് പറയുന്നത് നമ്മളും ഞാനും നിങ്ങളും ഒക്കെ വിശ്വസിക്കപ്പെടുന്ന രാഷ്ട്രീയ പാർട്ടികൾ മറ്റാരുടെയും പേരിൽ, സമുദായത്തിന്റെ പേരിൽ പോഷക സംഘടന ഉണ്ടാക്കാതെ പാപം ആദിവാസികളുടെ പേരിൽ പോഷക സംഘടനകൾ ഉണ്ടാക്കി വിവിധ കോണുകളിലും ചേരികളിലും നിർത്തി ഒരുമിപ്പിക്കുവാൻ അനുവദിക്കാത്തതാണ് ഇന്ന് പ്രത്യേകിച്ച് ഗോത്ര സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. അതിലൂടെ അവന്റെ ശക്തി ചോർന്നു പോവുകയും അവന്റെ അവകാശങ്ങൾ ചോദിക്കുന്നതിനുള്ള അവസരങ്ങൾ നഷ്ടപ്പെടുകയുമാണ്. നിരവധി വിഷയങ്ങളാണ് ഈ സമൂഹം ഇവിടെ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, നമ്മൾ തിരുവനന്തപുരത്ത് തന്നെ എടുത്ത് പരിശോധിക്കാം, എന്തെല്ലാം സംഭവങ്ങളാണ് ആദിവാസി മേഖലയിൽ നടക്കുന്നത്. പത്രം വായിക്കുന്ന ആർക്കും മനസ്സിലാക്കും. ആദിവാസികൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഇവിടുത്തെ പൊതുസമൂഹത്തിന് മനസ്സിലാകും. ഇവിടുത്തെ ഗോത്ര സമൂഹം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് ഇവിടുത്തെ പൊതുസമൂഹത്തിന് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്, വ്യക്തമായ തീരുമാനങ്ങളുണ്ട്, വ്യക്തമായ നിർദ്ദേശങ്ങളുമുണ്ട്. പക്ഷെ ഇതില്ലാതെ പോകുന്നത് ആർക്കാണ്? അത് അഭിമുഖീകരിക്കുന്ന, അത് നേരിടുന്ന ഗോത്ര സമൂഹങ്ങൾക്ക് മാത്രമാണ്. ആ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനോ അവർ നേരിടുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് തിരിച്ചറിയുന്നതിനോ കഴിയാതെ ഞാൻ ഈ പറഞ്ഞ ഓരോ സംഘടനകളുടെയും പുറകിൽ നിന്നുകൊണ്ട് അവർക്ക് വേണ്ടി മുദ്രാവാക്യം വിളിച്ച് ആ ജീവിതം ഇല്ലാതാക്കുന്നത്. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ചിന്തിക്കുകയും ഭാവി തലമുറയുടെ നിലനിൽപ്പിന്, പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുകയുമാണ് ആദ്യമായി നമ്മൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യം. ഇന്ന് നമ്മുടെ ഇടയിൽ വളരെ കൂടുതൽ വ്യാജന്മാർ കടന്നു കയറിയിട്ടുണ്ട്. സമസ്ത മേഖലയിലും വ്യാജന്മാർ കൈയടക്കിയിരിക്കുന്നു. റിസർവേഷൻ ആനുകൂല്യങ്ങൾ ഉൾപ്പെടെ, വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ ഉൾപ്പെടെ ഇതിന്റെ എല്ലാം ആളുകളായി തീരുന്നത് ഇത് യഥാർത്ഥ ഗോത്രങ്ങളല്ല എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. ഞാൻ നേരത്തെ പറഞ്ഞ യഥാർത്ഥ ഗോത്രങ്ങൾക്ക് ശബ്ദമില്ലാത്തത് കൊണ്ട്, അവരവരുടെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കാത്തത് കൊണ്ട്, അവരുടെ ഭാവി തലമുറയ്ക്ക് ജീവിക്കുവാൻ വേണ്ടുന്ന അവസരം ഒരുക്കണമെന്നുള്ള ചിന്തയില്ലാത്തത് കൊണ്ട് അവരുടെ ശബ്ദം മരിച്ചിരിക്കുന്നു. പകരം സ്പോൺസർമാരായിട്ടുള്ള ആളുകൾ, ഇതിനിടയിലേക്ക് കയറ്റിവിട്ടിട്ടുള്ള വ്യാജന്മാരടങ്ങുന്ന ഒരു വലിയ സംഘം, ഒരു ലോബി തന്നെ ഇന്ന് ഗോത്രവർഗ മേഖലയെ കൈയടക്കുകയും പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോവുകയും ആൺകുട്ടികൾക്ക് മദ്യവും മയക്കുമരുന്നും കൊടുത്ത് കൊന്നു കുഴിച്ചു മൂടുന്ന ഭയാനകമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇന്ന് ആദിവാസി മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് നമ്മൾ ചിന്തിക്കപ്പെടേണ്ടത്. വളരെ ന്യൂനപക്ഷമായിട്ടുള്ള ഗോത്ര വിഭാഗങ്ങൾ, അവരുടെ അവസ്ഥ എന്താണ്? വളരെ ദയനീയമാണ്. നമുക്കറിയാം, ഒരു കാലത്ത് ഗോത്ര സമൂഹം എന്ന് പറഞ്ഞാൽ നല്ല വിലയും നിലയും ഉണ്ടായിരുന്ന ഒരു വിഭാഗമാണ്.
ആ വിഭാഗം കാർഷിക മേഖലയെ ആശ്രയിച്ച് ജീവിച്ചിരുന്ന ഒരു വിഭാഗം ഇന്ന് കാർഷിക മേഖലയെല്ലാം തകർന്നു കഴിഞ്ഞു. ജീവിക്കാൻ നിവൃത്തിയില്ല. സർക്കാരിന്റെ ആനുകൂല്യം കാത്ത് ജീവിക്കേണ്ടുന്ന ഒരു സ്ഥിതിവിശേഷം എത്തിയിരിക്കുന്നു. വിദ്യാഭ്യാസ ആനുകൂല്യങ്ങളും അതുപോലെ വിവിധ പദ്ധതികളിൽ വഴി വരുന്ന ആനുകൂല്യങ്ങളും അതുപോലെ തൊഴിലുറപ്പും ആശുപത്രി ചികിത്സാ സൗകര്യങ്ങളും ഇന്ന് സർക്കാർ നൽകിയില്ല എങ്കിൽ നമ്മുടെ മേഖലകളിൽ ഒരുപാട് മരണങ്ങൾക്ക്, ഒരുപാട് പട്ടിണി പാവങ്ങളെ സൃഷ്ടിക്കുമെന്നുള്ള കാര്യത്തിൽ ഏതൊരു സംശയവും വേണ്ട. ഇന്ന് നമുക്കറിയാം, ഇന്ന് നമ്മുടെ ഭവനങ്ങളിലെ ഏക വരുമാനം തൊഴിലുറപ്പിന്റെ ചെറിയ വരുമാനമാണ്. കാർഷിക മേഖല പൂർണ്ണമായും തകർന്നു. ഈ സാഹചര്യത്തിൽ നമ്മളെല്ലാം ഉണർന്ന് ചിന്തിക്കേണ്ട ഒരവസരമാണ്. പുതിയ തലമുറയിലെ പെൺകുട്ടികൾ, പുതിയ തലമുറയിലെ ആൺകുട്ടികൾ, ഇവരൊക്കെ ഏത് കോണിലാണ്, ഏത് ചിന്താഗതിയാണ് ഇവർക്കുള്ളത്? ഈ സമൂഹത്തെക്കുറിച്ചോ അവരുടെ നിലനിൽപ്പിനെ കുറിച്ചോ ഒരു വേദികളിലും ചർച്ച നടക്കുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ആദിവാസി മഹാസഭയുടെ സംസ്ഥാന വാർഷിക സമ്മേളനത്തിൽ പ്രസക്തിയുണ്ട് എന്നുള്ളത് കാര്യം. ഇവിടെ പുതിയ തലമുറയുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും ജീവിക്കുന്നതിനും അവര് സമൂഹത്തിന്റെ മുഖ്യധാരയിൽ എത്തുന്നതിനും വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് ഇവിടെ ഏതൊരു പട്ടികവർഗ സംഘടന ഉണ്ടെങ്കിൽ നടത്തേണ്ടത്. അതല്ലാതെ രാഷ്ട്രീയ പ്രവർത്തനമല്ല. ആദിവാസി എന്ന പേര് ഉള്ളത് കൊണ്ടാണ് ആദിവാസി സംഘടനകൾ വരുന്നത്. ആ ആദിവാസി സംഘടനകളുടെ ഉത്തരവാദിത്വം പാർട്ടി വളർത്തലല്ല. ആ സമൂഹത്തിന്റെ ഇല്ലായ്മയ്ക്കനുസരിച്ച് ആ സമൂഹത്തോടൊപ്പം നിൽക്കണം. അവരുടെ വിഷയങ്ങൾ പഠിക്കണം. ആ വിഷയങ്ങൾക്ക് പരിഹാരം കാണാനുള്ള മാർഗനിർദ്ദേശങ്ങൾ ഉണ്ടാവണം. അവരെ സ്നേഹിക്കണം, അവരോട് സഹകരിക്കണം. അങ്ങനെയുള്ള പ്രവർത്തനങ്ങളാണ് ഇവിടെ ആവശ്യം. ആദിവാസി മഹാസഭ ഇന്ന് വരെയായിട്ട് ഇവിടെ ഇരിക്കുന്ന ആളുകൾക്കറിയാം, ഈ പൊതുസമൂഹത്തിനും അറിയാം എന്തിനു വേണ്ടി നിലകൊള്ളുന്നു എന്നുള്ളത്. എന്നും സംഘടന ഈ പറഞ്ഞ ആദർശങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് തന്നെയാണ് സംഘടനയുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നമുക്കറിയാം, നമുക്ക് 250 സെറ്റിൽമെന്റുകളുണ്ട്. 205 സെറ്റിൽമെന്റ് വനമേഖലകളിലാണ്. അവിടെയെല്ലാം ഗോത്രവർഗക്കാർ മാത്രമാണ് താമസിച്ചിരുന്നു എങ്കിൽ ഇന്ന് ഓരോ സെറ്റിൽമെന്റുകളിലും പകുതി ആയിരിക്കുകയാണ് മറ്റാളുകൾ. ഈ കണക്കിന് പോയാൽ ഒരു 15 വർഷത്തിനുള്ളിൽ യഥാർത്ഥ ഗോത്രവർഗങ്ങൾ സെറ്റിൽമെന്റുകളിൽ നിന്ന് പറിച്ചെറിയുമെന്നുള്ള കാര്യത്തിൽ ഏതൊരു സംശയവും വേണ്ട. ആരാണ് ഇതിന് അവസരം കൊടുക്കുന്നത്? ഞാൻ പറഞ്ഞ കൂട്ടായ്മയില്ലായ്മയും, ഞാൻ പറഞ്ഞ ആദർശ ചിന്താഗതിയും, ഞാൻ പറഞ്ഞ ഈ ജനതയോടുള്ള കൂറില്ലായ്മയുമാണ് നമുക്കിടയിലേക്ക് ഇത്തരം ശക്തികളുടെ കടന്നുവരവും സെറ്റിൽമെന്റുകൾ കൈയടക്കിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. ഇവിടെയാണ് നമ്മൾ ചേർക്കപ്പെടേണ്ടിയിരിക്കുന്നത്. നമ്മുടെ പുതിയ തലമുറയെ കുറിച്ച് നമ്മുടെ സംസ്കാരം എന്താണെന്ന്, നമ്മുടെ ആചാരം എന്താണ്, നമ്മുടെ പൂർവികർ ആരായിരുന്നു എന്നുള്ളതിനെ കുറിച്ച് പഠിപ്പിക്കേണ്ടതിന് പകരം ആ തലമുറയ്ക്ക് മദ്യവും മയക്കുമരുന്നും കൊടുത്ത് ശിഥിലമാക്കപ്പെടുകയും കൊന്നു കുഴിച്ചുകൂടുകയും ചെയ്യുന്ന സാഹചര്യം. നമ്മുടെ പുതിയ തലമുറയിലെ പെൺകുട്ടികൾക്ക് ഈ സമുദായത്തെ കുറിച്ച് പഠിക്കുന്നതിന് താല്പര്യമില്ല, ആൺകുട്ടികൾക്ക് താല്പര്യമില്ല. ഒരു കാര്യം ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കുന്നു, ഇപ്പോൾ തന്നെ നമ്മളെ 9,000 കുടുംബത്തില് 3,000-ഓളം കുടുംബങ്ങൾ മിശ്രവിവാഹരാണ്. ഇനി ഒരു 9 വർഷങ്ങളെ ആവുമ്പോൾ 9,000 മിശ്രവിവാഹക്കാരായി കഴിഞ്ഞാൽ ആദ്യം സർക്കാർ ചെയ്യാൻ പോകുന്നത് റിസർവേഷൻ ആനുകൂല്യം എടുത്തു കളയും. നിങ്ങൾ വിചാരിക്കുന്നു നമ്മുടെ മക്കളും ഉള്ളിടത്തോളം കാലം റിസർവേഷൻ കിട്ടുമെന്ന്? ഓരോ 10 വർഷത്തേക്ക് പറഞ്ഞിട്ടില്ല റിസർവേഷനിലേക്ക്. അധികം ദൂരമൊന്നും വേണ്ട. ഈ രീതിയിലുള്ള ഈ സമുദായം വിട്ടുള്ള വിവാഹങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയാണെങ്കിൽ അത് വലിയൊരു ഭവിഷ്യത്തായിരിക്കും നമ്മൾ നേരിടാൻ പോകുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് സമുദായത്തോട് സ്നേഹിക്കുകയും സമുദായം എന്ന് പറയുന്ന അമ്മയോട് കൂറ് പുലർത്തുകയും അതിൻ്റെ സംസ്കാരവും അതിൻ്റെ ആചാരങ്ങളും മുറുകെ പിടിച്ച് എത്രത്തോളം നമ്മൾ മുന്നോട്ട് പോകുന്ന അന്ന് മാത്രമേ നമ്മൾ പട്ടികവർഗ ലിസ്റ്റിൽ ഉണ്ടാകുകയുള്ളൂ. അല്ലെങ്കിൽ ഒരാൾ പോലും പട്ടികവർഗ ലിസ്റ്റിൽ ഉണ്ടാവില്ല എന്ന് വളരെ ഉറപ്പിച്ച് തന്നെ ഈ അവസരത്തിൽ നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഏകീകൃത സിവിൽ കോഡ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഏകീകൃത സിവിൽ കോഡ് വരാൻ പോകുന്നുണ്ട്. ഏകീകൃത സിവിൽ കോഡ് ഉണ്ടായാൽ
ഇന്ന് ഗോത്രവർഗത്തിൽ പോലും പല ആളുകൾക്കും കിട്ടിക്കൊണ്ടിരിക്കുന്ന അവകാശങ്ങളില്, കിട്ടിക്കൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങള് സാമ്പത്തികത്തിന്റെ അടിസ്ഥാനത്തിൽ ചിലപ്പോൾ ഇല്ലാതായി എന്ന് വരും. ഇത്തരത്തില് ഓരോരോ അവകാശങ്ങളും നിഷേധിക്കപ്പെടുന്ന കാലഘട്ടം അതിവേഗം നമ്മളിലേക്ക് പിടിമുറുക്കിക്കൊണ്ടിരിക്കുകയാണ്. മിശ്രഭോഗം പ്രോത്സാഹിപ്പിക്കുന്ന സർക്കാർ ഒരു കാര്യം മനസ്സിൽ വെച്ചിട്ടാണ് പ്രവർത്തിക്കുന്നത്. രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഈ രാജ്യത്തിന്റെ സംസ്കൃതിയിൽ ഒന്നാം നമ്പറായിട്ടുള്ള ഗോത്ര സമൂഹത്തിന്റെ സംസ്കൃതിയെ നശിപ്പിച്ച് കളയുക. രണ്ട്, ആ ജനവിഭാഗങ്ങളുടെ അവകാശങ്ങൾ മറ്റുള്ളവർക്ക് കവർന്നു കൊടുക്കുക, ആ ജനവിഭാഗങ്ങളെ ഇവിടെ നിന്ന് ഇല്ലായ്മ ചെയ്യുക. അങ്ങനെ ഒരു ശബ്ദം ഈ നാട്ടിൽ ഉണ്ടാകാതിരിക്കുക. അതാണ് സർക്കാർ ചെയ്യുന്ന പ്രോത്സാഹനം. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ആരാണെന്ന്, നമ്മുടെ അവകാശം എന്താണെന്ന് നമ്മുടെ അഭിമാനത്തോടു കൂടി ഉയർത്തിപ്പിടിച്ച് നമ്മൾ ജീവിക്കാൻ നമ്മൾ പഠിക്കണം. അവിടെയാണ് നമ്മുടെ വിജയം. ഞാൻ വ്യക്തിപരമായി പറയണമെങ്കിൽ ഞാൻ ഏറ്റവും അഭിമാനിക്കുകയാണ്. ഒരു ഗോത്രവർഗക്കാരനായി ജനിച്ചതിലാണ് എനിക്ക് അഭിമാനം. എനിക്കല്ല അപമാനമല്ല, അഭിമാനമാണ് എനിക്കുള്ളത്. കാരണം എൻ്റെ അവകാശങ്ങൾ, എനിക്ക് ഈ രാജ്യത്ത് കിട്ടുന്ന മറ്റാരെക്കാളും കിട്ടുന്ന അവകാശങ്ങൾ, അത് എത്ര വില കൊടുക്കാൻ വില പറയാൻ പറ്റാത്തൊരു സാഹചര്യം. ടൗണിലും വനത്തിലും ഒരുപോലെ സുഖമായി ജീവിക്കുവാനും എല്ലാം ആസ്വദിക്കുവാനുള്ള അവകാശം ഗോത്രവർഗക്കാർക്കുണ്ട്. അത് മറ്റാർക്കും ഇല്ലാത്തൊരു അവകാശമാണ്. എന്തുകൊണ്ടാണ് ആ ഗോത്ര സമൂഹം ആ അവകാശങ്ങൾ, ആ സുഖ സൗകര്യങ്ങളെ എന്തുകൊണ്ടാണ് പുറം കാലുകൊണ്ട് തട്ടിക്കളയുന്നത് എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഈ ഒരു സാഹചര്യമാണ് നമുക്കിവിടെ നിലനിൽക്കുന്നത്. ഇതിനെതിരെയുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ശക്തമാക്കേണ്ടതായിട്ടുണ്ട്. ഓരോ കാര്യങ്ങൾക്കും ഓരോ സെറ്റിൽമെന്റുകളിൽ പോയി നമ്മളെ സഹോദരങ്ങളെ ഞങ്ങൾ കാണുന്നുണ്ട്. പക്ഷെ അവരെല്ലാം ഞാൻ CPM, ഞാൻ കോൺഗ്രസ്, ഞാൻ BJP, ഞാൻ ക്ഷേമസമിതി, ഞാൻ ആദിവാസി കോൺഗ്രസ്, ഞാൻ വനവാസി എന്ന് പറഞ്ഞ് ഗ്രൂപ്പായി നിൽക്കുകയാണ്. അവരുടെ ഇടയിൽ നടക്കുന്ന പ്രശ്നങ്ങൾ ഒരിക്കലും ഉയർത്തിക്കാട്ടുവാനോ പറയുവാനോ അവർ തയ്യാറല്ല. കാരണം അവർ ഇതിനു വേണ്ടി നിലകൊള്ളുന്നത്. നമ്മളെ നിയന്ത്രിക്കാൻ വരുന്ന ആളുകൾക്ക് സമുദായവും സംഘടനയും മതവും ഒക്കെ ഉണ്ട്, എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. പക്ഷെ നമ്മള് അത്തരം പ്രസ്ഥാനങ്ങളിൽ പോകുന്നത് കൊണ്ട് കുഴപ്പമില്ല. പക്ഷേ നമ്മൾ ഇവിടുത്തെ സഹോദരൻ, നമ്മളിപ്പോൾ നിൽക്കുന്ന NSSന്റെ ഈ ഹാൾ ഉൾപ്പെടെ ഇവിടുത്തെ എല്ലാ NSSകാരും കൂടുന്ന ഒരു ഹാളാണ്. അവരെല്ലാം രാഷ്ട്രീയത്തിലുണ്ട്, എല്ലാ രംഗത്തുമുണ്ട്. പക്ഷെ അവർക്കൊരു സമുദായ ബ്രാഞ്ച് ഓഫീസുണ്ട്. ഇവിടെ അവർ കൂടും. അവരുടെ സമൂഹം നേരിടുന്ന വിഷയങ്ങൾ ഇവിടെ ചർച്ച ചെയ്യും. ഓരോ കുഞ്ഞിനെയും, പിറന്നു വീഴുന്ന ഓരോ കുഞ്ഞിനെ കുറിച്ചും അവരുടെ മുക്കിൽ അഡ്രസ് ഉണ്ടാകും. അവരുടെ വിദ്യാഭ്യാസ നിലവാരം, അവരുടെ ഉയർച്ച, അവരുടെ അവകാശം, ഇതെല്ലാം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വലിയ വേദിയാണ് ഞാൻ ഈ സംസാരിക്കുന്നത് NSSന്റെ കാലം. ഇതേപോലെ നമ്മുടെ ഓരോ സെറ്റിൽമെന്റുകളും ബ്രാഞ്ച് ഓഫീസുകളും അതിന്റെ പ്രവർത്തനങ്ങളും ഉണ്ടാവണം. ഊരുകൂട്ടങ്ങളും FRCകളും ഭരണ സംഘങ്ങളും ഒക്കെ പരാജയമാണെന്ന് പറയാതിരിക്കാൻ തരമില്ല. അവിടെയൊക്കെ ആനുകൂല്യത്തിന് വേണ്ടിയിട്ടുള്ള അടിപിടികളാണ്. നമുക്ക് ആനുകൂല്യമല്ല നമുക്ക് വലുത്, നമുക്കിവിടെ നിലനിൽപ്പാണ് വലുത്. ആ നിലനിൽപ്പിന് വേണ്ടി നമുക്ക് എന്താണ് ചർച്ച ചെയ്യാൻ പറ്റുന്നത്, അത് ചർച്ച ചെയ്യണമെങ്കിൽ നമുക്ക് ശാഖകൾ ഉണ്ടാവണം, സംഘടന ഉണ്ടാവണം, സംഘടനാ പ്രവർത്തകരുണ്ടാവണം, മാസവരി ഉണ്ടാവണം, സംഘടന സ്നേഹിക്കുന്ന ആളുകൾ ഉണ്ടാവണം, സംഘടനാ പരിപാടികൾ പങ്കെടുക്കാൻ ആളുണ്ടാവണം. എന്നാൽ മാത്രമേ നമുക്ക് നിലനിൽക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ നോക്ക്, പട്ടികജാതിക്കാര്, വിവിധ വിഭാഗക്കാരുണ്ട്. ആ വിഭാഗക്കാരെല്ലാം നോക്ക്, കൃത്യമായി പള്ളിയിൽ പോകും, അവർക്ക് ബ്രാഞ്ച് ഓഫീസിന്റെ എല്ലാ പ്രവർത്തനങ്ങളും ഉണ്ട്. എന്തുകൊണ്ടാണ് ഗോത്രവർഗക്കാർക്ക് അത് ഇല്ലാതെ പോകുന്നത്? നമുക്കൊന്നിനും സമയമില്ല, അതാണ് പ്രശ്നം. അതുകൊണ്ട് ഞാൻ വളരെ ദീർഘിപ്പിക്കുന്നില്ല, കാരണം നമുക്ക് സമയം വളരെ കുറവാണ്. ഇപ്പൊ ഗോത്രവർഗങ്ങൾ എന്താണ്, അവരാരായിരുന്നു എന്നുള്ളതിനെ കുറിച്ച് വിശദമായിട്ട് 1 മണിക്കൂർ ക്ലാസ് ഇവിടെ എടുക്കുന്നുണ്ട്. അപ്പൊ ആ ക്ലാസ് നിങ്ങൾ കൃത്യമായിട്ടും അത് നിങ്ങൾ പങ്കെടുക്കണം, അത് കേൾക്കണം. നിങ്ങൾ ഇന്ന് ഇവിടുന്ന് പോകുമ്പോൾ നിങ്ങളൊരു പുതിയ ഒരു ഗോത്രവർഗക്കാരനായിട്ട് പോകാനുള്ള ഒരു സംവിധാനമാണ് ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. അതിനുവേണ്ടി കഴിഞ്ഞ 700 വർഷത്തെ ചരിത്രങ്ങളെ, പ്രത്യേകിച്ച് കാണി ഗോത്രങ്ങളുടെ ചരിത്രത്തെ സംബന്ധിച്ചിട്ടുള്ള ക്ലാസ്സാണ് ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് ഒരാൾ പോലും പുറത്തു പോകരുത്, ആ ക്ലാസ് പൂർണ്ണമായി പങ്കെടുക്കണം. നിങ്ങൾക്ക് ഞങ്ങളിവിടെ ഭക്ഷണവും എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ആ സൗകര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇന്നൊരു ദിവസം ഈ പരിപാടിക്ക് മാറ്റിവെച്ചുകൊണ്ട് ഈ ഒരുപിടി ആളുകൾക്കെങ്കിലും ഈ സന്ദേശം നമ്മുടെ ജനങ്ങൾക്കിടയിൽ എത്തിക്കാൻ കഴിയുമെങ്കിൽ അതായിരിക്കും ഏറ്റവും വലിയ കാര്യം. ഇത്രയും വലിയ തുക മുടക്കി
ഈ ഒരു പരിപാടി നടത്തുമ്പോൾ ഇത് ഞങ്ങൾക്ക് വേണ്ടിയല്ല, നമുക്ക് വേണ്ടിയാണ്. അതിന്റെ ഗുണം നാളെ ഓരോ പൗരനിലും എത്തണം, ഓരോ സെറ്റിൽമെന്റിലും ഓരോ ഭവനങ്ങളിലും എത്തണം. അതിന് നിങ്ങൾ പ്രവർത്തകരായി മാറണം. നമ്മുടെയൊക്കെ ശബ്ദം എന്ന് നിലയ്ക്കുന്നു എന്ന് അറിയാൻ പറ്റത്തില്ല. ഇങ്ങനെ നേതൃത്വം കൊടുക്കുവാൻ ആദിവാസി മഹാസഭയിൽ നിരവധി നേതാക്കളുണ്ട്, പ്രതികരിക്കാൻ ആളുണ്ട്. ഇതൊക്കെ ചെയ്യാൻ ഞങ്ങൾ ചങ്കുറ്റത്തോടെ മുന്നിൽ നിൽക്കുകയാണ്. ഒരിക്കലും പിന്നിൽ നിൽക്കാറില്ല. ഒരു പരിപാടി ഞങ്ങൾക്കില്ല, ഒരിടത്ത് തല കുലിക്കുന്ന ഒരു പരിപാടി നമുക്കില്ല. അതുകൊണ്ട് ശക്തമായി മണ്ണിൽ ജനിച്ചുവെങ്കിൽ ശക്തമായ നല്ല രീതിയിൽ ജീവിക്കുക, അഭിമാനത്തോടെ ജീവിക്കാൻ നമ്മളെ ജനതയെ പഠിപ്പിക്കുക എന്നാണ് ആദിവാസി മഹാസഭ ഉയർത്തുന്ന ആശയവും പ്രഖ്യാപനങ്ങളും ഒക്കെ അത് തന്നെയാണ്. അതാണ് നമുക്ക് ആവശ്യം. എല്ലാരെക്കാളും പിന്നിലല്ല നമ്മള്, എല്ലാരെക്കാളും മുന്നിലാണ്. ഭൂമിപരമായി പരിശോധിച്ചു കഴിഞ്ഞാൽ 7000 ഏക്കർ ഭൂമിയുടെ ഉടമകളാണ് ഇവിടെ ഇരിപ്പുള്ളത്. 9000 കുടുംബങ്ങൾക്ക് 7000 ഏക്കർ ഭൂമിയുണ്ട്. അപ്പം എല്ലാവിധ അവകാശങ്ങളുമുള്ള നമുക്ക് ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റും, വലിയ വലിയ ജീവിത രീതികൾ നമുക്ക് കെട്ടിപ്പടുക്കാൻ പറ്റും, നമ്മുടെ സമൂഹത്തിന് നിലക്കാൻ പറ്റും. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് നമ്മുടെ സഭ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആചാര രീതികൾ നമുക്ക് എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ നോക്കൂ, നമ്മുടെ അഗസ്ത്യകൂടവും പൊന്മുടിയൊക്കെ ഇന്ന് നമ്മളാണ് പൂജ നടത്തുന്നത് അഭിമാനത്തോടു കൂടി. ആയിരക്കണക്കിന് ആളുകളാണ് ഇന്ന് പൊന്മുടിയിൽ വരുന്നത്. ആയിരക്കണക്കിന് ആളുകൾ അഗസ്ത്യകൂടത്തിൽ വരാറുണ്ട്. അവരെല്ലാം നമ്മളെ സ്നേഹിക്കുന്നു, നമ്മുടെ പൂജയോട് സഹകരിക്കാൻ സ്നേഹിക്കുന്നു. ഈ പൂജകളെല്ലാം നമ്മൾ ഇട്ടെറിഞ്ഞിട്ടാണ് നമ്മൾ നടക്കുന്നത്. ഏറ്റവും കൂടുതൽ അമ്പലങ്ങളും ആൾത്തറകളും ഉള്ള ഒരു വിഭാഗമാണ് കാണിക്കാർ. എന്തുകൊണ്ട് സംരക്ഷിക്കപ്പെടുന്നില്ല? പുതിയ തലമുറ എന്തുകൊണ്ട് പൂജാതി കർമ്മങ്ങളിൽ പങ്കെടുക്കുന്നില്ല? അവരെ പഠിപ്പിക്കേണ്ടത് നമ്മുടെ ഒരു ഉത്തരവാദിത്വമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതൊരു ഉത്തരവാദിത്വമാണ്. അതുപോലെ നമ്മുടെ ഇടയിലുള്ള മദ്യപാനം, നമ്മുടെ കുട്ടികൾ 10ാം ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ പഠിക്കുന്നില്ല എന്നുള്ളത് വളരെ ഖേദകരമായിട്ടുള്ളൊരു കാര്യമാണ്. 10ാം ക്ലാസ് വരെ പഠിക്കുന്നുള്ളൂ, 10ാം ക്ലാസ് കഴിഞ്ഞാൽ പഠിക്കുന്നില്ല. 10ാം ക്ലാസ്സിന് മുകളിലേക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യം നമ്മൾ ഒരുക്കി കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. സെറ്റിൽമെന്റുകളിലേക്ക് അനധികൃതമായി കടന്നു കയറുന്നത് കർശനമായി തടയേണ്ടിയിരിക്കുന്നു. ഇന്ന് നമ്മുടെ സെറ്റിൽമെന്റുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ചെറിയ കുട്ടികൾ, മുതിർന്ന ആളുകൾ വരെ മദ്യത്തിനടിമയാണ്, മയക്കുമരുന്നിനടിമയാണ്. ഇത് പച്ചയായി പറയേണ്ട ഒരു കാര്യമാണ്. ജനം തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. ഇങ്ങനെ മദ്യപിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സമൂഹം നാളെ കാണില്ല. അത്ര കണ്ട് മദ്യപാനം വളരെ വലിയ തോതിൽ മദ്യപാനം വർദ്ധിച്ചിരിക്കുകയാണ്. ഇപ്പൊ നമ്മുടെ പുതിയ തലമുറയിലെങ്കിൽ ഈ മദ്യപാനത്തിൽ നിന്ന് മോചനം ഉണ്ടാക്കണമെങ്കിൽ നമ്മുടെ രക്ഷകർത്താക്കൾ കൂടുതൽ വിചാരിക്കണം, നമ്മുടെ സമുദായവും സമൂഹവും ഒക്കെ വിചാരിക്കണം. പുതിയ തലമുറയെ വഴിതെറ്റാതിരിക്കാൻ വേണ്ടി നമുക്ക് ശേഷം ഒരു തലമുറ ഇവിടെ ജീവിക്കണം. അങ്ങനെയാണെങ്കിൽ അവരുടെ സംരക്ഷണത്തിന് കൂടെ നമ്മൾ തയ്യാറാണ്. അതുപോലെ നമുക്ക് നിങ്ങൾ മനസ്സിലാക്കണം, ഞാൻ ഒരു ലിസ്റ്റ് അവിടെ വായിക്കുന്നില്ല, ഒരു ലിസ്റ്റ് ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ആത്മഹത്യയുടെ ഒരു ലിസ്റ്റാണ്. ഇതിൽ അവസാനം ഞാൻ അതിൽ പിന്നെ അശോകൻ പത്രംപച്ചപാറ ആനക്കുഴി പമ്പുറത്ത് പച്ച പാല് വിളിക്കുക 2020 45 വയസ്സ്. അശോകൻ 110ാമത്തെ ആളാണ് ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. നമുക്ക് 40ഓളം സ്ത്രീകൾ, 14 പെൺകുട്ടികൾ, ബാക്കി പുരുഷന്മാർ. ഇന്നലെയും നമ്മുടെ തച്ചൊരുകാലയിൽ മെനിഞ്ഞാന്നും ഒരാൾ തൂങ്ങി മരിച്ചു. ഈ കഴിഞ്ഞ 2 ആഴ്ചക്കുള്ളിൽ 4ഓളം ആളുകൾ തൂങ്ങി മരിച്ചു. ഭയാനകമായിട്ടുള്ള മരണമാണ് ഈ മേഖലയെ കാത്തിരിക്കുന്നത്. അതിന് പ്രധാന കാരണം മദ്യമാണ്. 150ഓളം പേര് കഴിഞ്ഞ 15 വർഷത്തിനുള്ളിൽ ആത്മഹത്യ ചെയ്തു. ഇവിടെ ആരെങ്കിലും പഠന വിധേയമാക്കിയോ? എന്തുകൊണ്ടാണ് ഗോത്ര സമൂഹം ഇങ്ങനെ ക്രമാതീതമായി ആത്മഹത്യ ചെയ്യുന്നത്? ഒരു പഠന വിധേയമാക്കിയിട്ടില്ല. ആരാ പഠന വിധേയമാക്കേണ്ടത്? നമ്മളാണ് പഠന വിധേയമാക്കേണ്ടത്. ക്രമാതീതമായ ആളുകൾ മരിക്കുന്നതിന് കാരണമെന്ത്? അത് കണ്ടെത്തുവാനും അതിനുള്ള പ്രചരണങ്ങൾ നടത്തുവാനും നമ്മുടെ ഈ സമ്മേളനത്തിലൂടെ നമുക്ക് കഴിയണം. 150ഓളം പേര് കഴിഞ്ഞ 15 വർഷത്തിനുള്ളിൽ ആത്മഹത്യ ചെയ്തു. നമ്മളിപ്പോഴത്തെ കണക്ക് കൂടി ഇപ്പോൾ ആഴ്ചയിൽ 2 ആഴ്ചയിൽ 4 പേരാണെങ്കിൽ ഒരു മാസമാകുമ്പോൾ എത്ര പേരാവുമെന്ന് നിങ്ങൾ നോക്കണം. 8 പേര് ഒരു മാസം ചാവും. ഈ കണക്കിന് പോവുകയാണെങ്കിൽ മുഴുവൻ ആളുകളും ആത്മഹത്യ ചെയ്തു പോകും. ആത്മഹത്യയുടെ കണക്ക് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. കുടുംബ പശ്ചാത്തലങ്ങൾ വളരെ മോശമായിക്കൊണ്ടിരിക്കുന്നു. ഭൂമികൾ അതിവേഗം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അവകാശങ്ങൾ അതിവേഗം കൈവിട്ടു പോകുന്നു. വ്യാജന്മാരുടെ പ്രവർത്തനം മേഖലയിൽ ശക്തമാക്കിയിരിക്കുന്നു. ഇതെല്ലാം ഈ മേഖലയിൽ വളരെ ശക്തമായ പ്രവർത്തനം നടക്കുകയാണ്. ഇതിനെതിരെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്, പ്രവർത്തിക്കേണ്ടത്. ഇതിനുള്ള നടപടിക്രമങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്.
ഇതിന് എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് മനസ്സിലാക്കേണ്ടതാണ്. നമുക്ക് 2-3 ഞാൻ പഞ്ചായത്തിൽ എടുത്തു പറയാം. നമ്മുടെ പെരിങ്ങമല പഞ്ചായത്ത്, അവിടെ നമുക്ക് 1155 വീട് പെരിങ്ങമലയിലും 683 വീട് നന്ദിയോട്, പാങ്ങോട് 414, പുളിക്കോട് 907, ആരാട് 226, കുറ്റിച്ചല 504, അമ്പൂരി 463. ഇതൊക്കെ ഏറ്റവും കൂടുതൽ ആദിവാസികൾ താമസിക്കുന്ന പ്രദേശങ്ങളാണ്. ഈ പ്രദേശങ്ങളിലൊക്കെ ഇന്ന് ബഹുഭൂരിപക്ഷം ആദിവാസികളെ ഉള്ള പഞ്ചായത്തുകളിലൊക്കെ ഈ പ്രശ്നം അതിരൂക്ഷമാണ്. നമുക്ക് ഈ സംഭവങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട്. ഈ വിഷയങ്ങളിലെല്ലാം തന്നെ ഇതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നമുക്ക് അടിയന്തരമായി ചെയ്യേണ്ടതായിട്ടുള്ളത്. വിവിധ വിഷയങ്ങൾ അവതരിപ്പിക്കാനുണ്ട്, എന്നാലും ഞാൻ അതൊന്നും ഇപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. കാരണം നമുക്ക് ഇപ്പോൾ ഈ പറയുന്ന സമയക്കുറവ് കൊണ്ടാണ് അതിലേക്ക് കടക്കുന്നില്ല. എന്നാലും നമ്മൾ വന്യമൃഗ ശല്യം നമ്മൾ ഏറ്റവും വലിയ രൂക്ഷമായി നേരിടുകയാണ്. അതിനെതിരെയുള്ള പോരാട്ടം നമ്മൾ കേന്ദ്ര ഗവൺമെൻറ് ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. എന്തായാലും ഈ വന്യമൃഗ ശല്യം ഒഴിവാക്കുന്നതിന് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു സ്കീം നടപ്പിലാക്കുന്നതിന് വേണ്ടിയും അതുപോലെ തന്നെ നമ്മുടെ മേഖലയിലെ റോഡുകൾ നിർമ്മിച്ച എല്ലാ സ്ഥലങ്ങളിലും ഗതാഗത സൗകര്യം ഏർപ്പെടുത്തുന്നതിനും വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് ശ്രദ്ധയിൽ നമ്മൾ ഈ വിഷയം കൊണ്ടുവന്നിട്ടുണ്ട്. എന്തായാലും അതിനൊരു പരിഹാരം കാണുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ 9ഓളം പേരാണ് വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ നമ്മുടെ സഹോദരങ്ങൾ മരണപ്പെട്ടത്. 100 കണക്കിന് ആളുകൾ അംഗവൈകല്യരായിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് കാട്ടുപോത്തിൻ്റെയും കരടിയുടെയും ആക്രമണത്തിൻ്റെയും ഇരയായിട്ടുള്ള 2 നമ്മുടെ സഹോദരങ്ങളിലൂടെ വന്നിട്ടുണ്ട്. അവർക്ക് നമ്മൾ ചെറിയ പാരിതോഷികമൊക്കെ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് 5865 പേർക്കാണ് കൈവശരേഖ കിട്ടിയിട്ടുള്ളത്. ഇനി വളരെ കുറച്ച് പേർക്ക് കൈവശരേഖ കിട്ടാനുണ്ട്. ഈ കൈവശരേഖകളിലെല്ലാം മറ്റുള്ള ആളുകൾ കടന്നു കയറുന്നതായിട്ട് നമ്മളെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ പരിശോധിക്കേണ്ട വിഷയമാണ്. അതുപോലെ വളരെ പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ഈ പറയുന്ന ഈ സർട്ടിഫിക്കറ്റ്, വ്യാജ സർട്ടിഫിക്കറ്റ് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഒരുപാട് കൈകടത്തലുകൾ സംഭവിക്കുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ ഒരുമിച്ച് ചർച്ച ചെയ്യും, ഒരുമിച്ച് നേരിടേണ്ട വിഷയങ്ങളാണ്. ആ വിഷയങ്ങളൊക്കെ തന്നെ നമ്മളൊരു വിഷയമായി എടുത്തുകൊണ്ട് നമ്മുടെ കാർഷിക മേഖലയും നമ്മുടെ സംസ്കാരത്തെയും നമ്മുടെ പുതിയ തലമുറയുടെ നിലനിൽപ്പിനും ഒക്കെ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ വ്യാപിപ്പിക്കണം. ഒരിക്കലും നമ്മൾ മറ്റുള്ളവരുടെ ആശയം കടമെടുക്കരുത്. സ്വന്തമായ ആശയങ്ങളും അഭിപ്രായങ്ങളും സ്വന്തമായ ജീവിതം ചിട്ടപ്പെടുത്തണം. അങ്ങനെ ചിട്ടപ്പെടുത്തണമെങ്കിൽ കുറച്ച് പാടുണ്ട്. അങ്ങനെ ചിട്ടപ്പെടുത്തിയുള്ള ജീവിതം നയിക്കുന്ന എല്ലാ ഗോത്ര കുടുംബങ്ങളും നല്ല രീതിയിൽ ജീവിക്കുന്നുണ്ട്. അങ്ങനെ ചിട്ടയില്ലാത്തവരാണ് ഇന്ന് പട്ടിണിയിലേക്ക് പോകുന്നതും ഈ ആത്മഹത്യയിലേക്ക് പോകുന്നതും. സാമ്പത്തികമായി എല്ലാ ചിട്ടയോടുകൂടി ജീവിക്കുന്ന കുടുംബങ്ങളിൽ നിന്ന് വലിയ ആത്മഹത്യകൾ കാണുന്നില്ല. പക്ഷേ ഈ ചിട്ടയില്ലാത്ത ജീവിതം നയിക്കുന്ന കുടുംബങ്ങളിലാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ആത്മഹത്യകൾ വർദ്ധിപ്പിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന വിഷയങ്ങളിലെല്ലാം തന്നെ നമ്മൾ ബോധവാന്മാരാവേണ്ടതായിട്ടുണ്ട്. തുടർന്ന് നമ്മുടെ ഈ പരിപാടി കഴിഞ്ഞ് പോകുമ്പോൾ നിങ്ങളുടെ എല്ലാ മേഖലയിലും ബ്രാഞ്ചുകൾ ഉണ്ടാക്കുവാനുള്ള നടപടി നിങ്ങൾ സ്വീകരിക്കണം. പലപ്പോഴും പറയുമ്പോൾ അവർ സഹകരിക്കുന്നില്ല എന്നാണ്. 50 വീട്ടുകാരുണ്ടെങ്കിൽ 50 പേരും പിണക്കമാണ് പരസ്പരം. ആർക്ക് വേണ്ടി പിണങ്ങുന്നു? ഒരു ദീർഘകാലത്തെ ജീവിതമാണ് മനുഷ്യനുള്ളത്. 50ഓ 70ഓ വയസ്സേ ജീവിതമുള്ളു. ആ ജീവിതം എന്ന് പറയുന്ന ഭഗവാൻ തന്നൊരു കാര്യമാണ്. സുന്ദരമായ ഈ ഭൂമിയാണ് സ്വർഗം. അല്ലാതെ അങ്ങ് മുകളിലോട്ടൊന്നും സ്വർഗമൊന്നും ഉണ്ടെന്നായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ. ഈ പറച്ചിൽ മാത്രമേ ഉള്ളൂ. അവിടെയൊക്കെ സ്വർഗമൊന്നുമില്ല. സ്വർഗം ഇവിടെയാണ്. ആ സ്വർഗത്തിൽ നമ്മുടെ മനുഷ്യരോടും പരജീവികളോടും സ്നേഹവും സൗഹാർദ്ദവും ഒക്കെ കാണിച്ച് ഈ പ്രകൃതിയെ സ്നേഹിച്ചും താലോലിച്ചും ആസ്വദിച്ചും നമ്മൾ ജീവിക്കണം. ആ 70 വർഷക്കാലം അല്ലെങ്കിൽ 80 വർഷക്കാലത്തെ ജീവിതമാണ് സ്വർഗജീവിതം. അതാണ് നമ്മൾ ഈ മനുഷ്യനായി പറഞ്ഞ നമുക്ക് ഈ ഇടക്കാലത്തുള്ള ജീവിതം അത് സ്വർഗജീവിതമാണ്. അത് നല്ലതായി ജീവിച്ച് തന്നെ തീർക്കണം. അത് കഞ്ചാവടിച്ചും മദ്യപിച്ചും മോട്ടിച്ചും പെണ്ണുപിടിച്ചും ജീവിക്കേണ്ട അവസരമല്ല. അത് നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കണം. നമ്മുടെ ഉയർച്ചയ്ക്ക് വേണ്ടി ആയിരിക്കും. ഇങ്ങനെ ഒരു നല്ല ജീവിതം കെട്ടിപ്പടുക്കാൻ പ്രത്യേകിച്ച് കാണി സമുദായത്തിനെ സംബന്ധിച്ച് കഴിയും. അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇനിയെങ്കിലും ഉണ്ടാവും. നിങ്ങൾക്ക് എല്ലാ കാര്യത്തിനും മുന്നിലുണ്ടാവും. എല്ലാ കാര്യത്തിനും ഞങ്ങൾ മുന്നിലുണ്ടാവും, നിങ്ങളോടൊപ്പം ഉണ്ടാവും.
ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. ജനറൽ സെക്രട്ടറിക്ക് ഒരുപാട് വായിക്കാനുള്ളത് കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ഇപ്പം അടുത്ത് ഈ പട്ടം കുടിച്ച പാറയിൽ നിന്ന് നമ്മുടെ സഹോദരിയും സഹോദരങ്ങളും ഇവിടെ ഉത്സവത്തിന് വന്നിരുന്നു. നമ്മുടെ ശിവക്ഷേത്രത്തിൽ ഒരു പറ്റം സംഘം അടിച്ചമർത്തി അവരെ പലർക്കും പല്ല് പോയി, സ്ത്രീകളെ അടിച്ചു. ഇവിടുത്തെ ഒരു രാഷ്ട്രീയ പാർട്ടിയും അവർക്ക് വേണ്ടി സംസാരിച്ചില്ല, പ്രതിഷേധിച്ചില്ല. അന്നും ഞങ്ങൾ തന്നെയാണ് ഇടപെട്ടത്. അവർക്കെതിരെ ശക്തമായ നടപടിയെടുക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ ആദിവാസി സമൂഹത്തിനെതിരെ എവിടെ ആദിവാസി സമൂഹത്തിനെതിരെ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചാലും അത് ചോദ്യം ചെയ്യാൻ ഒരു സഭയുടെ ഉണ്ട്. അതാണ് ആദിവാസി മഹാസഭ. ഈ കഴിഞ്ഞ ഒരാഴ്ച ആയതുകൊണ്ട് നമ്മുടെ ഒരു സഹോദരനെ മൈല മൂട്ടിയിട്ട് പട്ടിയെ പോലെ തല്ലിയ ഒരു സാഹചര്യം ഉണ്ടായി. ആ സമയത്ത് ഞങ്ങൾ അവിടെ എത്തുകയും ആ അമ്മ ഉൾപ്പെടെയുള്ള ആളുകളെ ഞങ്ങൾ നേരെ പാങ്ങോട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ആ പ്രതിയെ കസ്റ്റഡിയിൽ എടുക്കണമെന്ന് ശക്തമായ ഒരു ആവശ്യം ഞങ്ങൾക്ക് ഉന്നയിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത്തരത്തിൽ നിരവധി വിഷയങ്ങളും സമരങ്ങളും ഒക്കെ നടത്തിയിട്ടുള്ള മഹത്തായ ഈ പ്രസ്ഥാനത്തെ വളർത്തി വലുതാക്കേണ്ടത് ഇന്നത്തെ സാഹചര്യത്തിൽ ഇവിടെ മറ്റേതൊരു സംഘടനയെക്കാളും തലയെടുപ്പുള്ള, ആദർശമുള്ള, ഉദ്ദേശശുദ്ധിയുള്ള, കരുത്തുള്ള ഏക പ്രസ്ഥാനമാണ് AMS എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവിധ സഹകരണവും സഹായവും പ്രവർത്തനവും ഈ സംഘടനയ്ക്ക് വേണ്ടി നൽകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ജയ് ഹിന്ദ്.